Dear students, welcome back to math class. Okay. All of you listen. First, let us find 30 plus 10. What is the value? 30 plus 10? 40. Now, let us subtract 5 from 40. That is 40 minus 5 is 35. Okay, next. Let us add 10 and 5. 10 plus 5 is 15. Okay. Sorry. 10 minus 5. 10 minus 5 is 5. Next. 30 plus 5 is 35. First 30 plus 10, 40. The next 40 minus 5, that is 35. Next 10 minus 5, that is 5. Next 30 plus 5, 35. These two answers are equal. So what we do here? 30 plus 10 minus 5. First we find the sum 30 and 10. 30 plus 10 minus 5. This is 30 plus 10 minus 5. Okay. Now let us do one problem. There were 38 children when the class started. 5 came in late. Sometime later, 3 went to attend the math club meeting. How many are in the class now? Okay. There were 38 children when the class started. Class തുടങ്ങുമ്പോൾ അവിടെ 38 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. Then 5 came in late. പിന്നീട് എന്ത് ചെയ്തു? 5 കുട്ടികൾ വന്നു. Then sometime later 3 went to the math club meeting. Then പിന്നെ 3 കുട്ടികൾ എന്ത് ചെയ്തു? മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി പോയി. How many are in the class now? അപ്പോൾ ഇപ്പോൾ എത്ര കുട്ടികളാണ് ഉള്ളത്? ആദ്യം ഉണ്ടായിരുന്നത് 38. The next, when 5 more joined, we have എത്ര കുട്ടികളാവും? 38 plus 5, that is 43. ഇനി sometime later 3 went to attend the math club meeting. പിന്നെ എന്ത് ചെയ്തു? 3 പേര് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ എന്താണ്ടായത്? 43 minus 3. So എന്ത് കിട്ടി? 40. The next, if instead we look at the events together, we can compute like this. എങ്ങനെ വരിക? 5 minus 3. What's the value? 5 minus 3? 2. Okay. 5 പേര് വന്നു, പിന്നെ 3 പേര് പോയി അല്ലേ? 5 പേര് വന്നിട്ട് 3 പേര് പോയി എന്ന് പറയുമ്പോൾ അവിടെ എത്ര പേരുണ്ട്? 5 minus 3, that is 2. അപ്പോൾ അത് ഉണ്ടായിരുന്നതോ 38. 38 plus 2, that is 40. Okay. Here also 40. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 38 plus 5 then minus 3 ചെയ്തു. 38 plus 5 43, then minus 3 ചെയ്തു. അപ്പോൾ നമുക്ക് 40 കിട്ടി. then next എന്താ ചെയ്തത്? 38 plus ഇവിടെ 5 minus 3. Okay. 5 minus 3 means 2. Then ആ 2 38ൻ്റെ കൂടെ ആഡ് ചെയ്തു. The value is 40. അപ്പോൾ 38 plus 5 minus 3 is 38 plus 5 minus 3. Okay. Thus, we can say that instead of adding one number and then subtracting another, we can subtract the second number from the first and add. Okay. Instead of adding one number
ആൻഡ് ദെൻ സബ്ട്രാക്റ്റിംഗ് അനദർ. ഇപ്പോൾ നമ്മൾ ഒരു നമ്പർ ആദ്യം ആഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ആഡ് ചെയ്തു, ദെൻ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം, വി ക്യാൻ സബ്ട്രാക്ട് ദ സെക്കൻഡ് നമ്പർ ഫ്രം ദ ഫസ്റ്റ് ആൻഡ് ആഡ്. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ആൻസർ എന്താണ്, സെയിം ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ആഡ് ചെയ്ത് പിന്നീട് സബ്ട്രാക്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ആ ഫസ്റ്റ് നമ്പറിനോട് ആഡ് ചെയ്യാം. ഓക്കെ, നൗ to compute like this, the number subtracted should be less than the number added. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് നമ്പേഴ്സാണോ സബ്ട്രാക്റ്റ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് നമ്പർ എപ്പോഴും എന്തായിരിക്കണം, വലുതായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 21 + 10 - 15. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളെങ്കിൽ 21 + 10 - 15 ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 - 15. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണം എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് സബ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വി കനോട്ട് സബ്ട്രാക്ട് ദിസ് വാല്യൂ 10 - 15. അപ്പോൾ എന്ത് വേണം, സബ്ട്രാക്റ്റ് ചെയ്യുന്ന നമ്പർ ഏതാണോ ഏതിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് ആ നമ്പർ എന്താവണം, വലുതാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ, അതായത് മിഡിൽ വരുന്ന നമ്പർ ഏതാണ്, എന്ത് വരണം, വലിയ നമ്പർ ആവണം. എന്നിട്ട് നമുക്ക് ഈ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ലെറ്റ് us represent this in algebra. x plus y minus z. x plus y minus z is x plus y minus z. അപ്പം എന്താണ്, ആഡ് ചെയ്തിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ നമ്പറിനോട് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് വൈ ആൻഡ് സെറ്റ്. ഓക്കെ, അതാണ് അവിടുത്തെ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ 108 + 25 - 15. How can we do this? 108 + 25 - 15. That is 108 + 25 - 15. This is 10. So the answer is 180. Okay, let us do like this. 108 + 25 - 15. So instead of adding these first two numbers, we subtract the last two and add the first number. Okay, so 108 + 25 - 15. 25 - 15 is 10. So 108 + 10 is 180. Okay. Okay, next topic, subtracting and adding. First example, Gobu had 110 rupees in his savings book. He took out 15 rupees to buy a pen. He got a pen for 10 rupees. He returned 5 rupees to the box. How much is in the box now? Okay, ഗോപുവിൻ്റെ അടുത്ത് 110 rupees ഉണ്ടായിരുന്നു. Then he took 15 rupees to buy a pen. അതിൽ നിന്ന് 15 rupees പേന വാങ്ങാൻ വേണ്ടി അവന് യൂസ് ചെയ്തു. He got a pen for 10 rupees. പേനയ്ക്ക് എത്ര രൂപ ആയിട്ടേ ഉള്ളൂ, 10 rupees. Then ഇപ്പോൾ അവൻ്റെ കയ്യിൽ ബാക്കി 5 rupees ഉണ്ട്. അവൻ എന്ത് ചെയ്തു, he returned 5 rupees to the box. അതെന്ത് ചെയ്തിട്ടുണ്ട്, ആ ബോക്സിലേക്ക് കൊടുത്തിട്ടു. Then how much is in the box now? ഇപ്പോൾ അവൻ്റെ കയ്യിൽ എത്ര രൂപയാണുള്ളത്. ഇപ്പം എന്തൊക്കെയാണ് അവിടെ ചെയ്തത്, ഫസ്റ്റ് അവൻ്റെ കയ്യിൽ 110 rupees ഉണ്ടായിരുന്നു. എന്നിട്ട് he took out 15 rupees to buy a pen. അപ്പോൾ അതിന് എന്ത് ചെയ്തു, 15 rupees അവൻ എടുത്തു. ഓക്കെ, 110 10 rupees എടുത്താൽ എത്ര ഉണ്ടാവുക,
100 rupees ഉണ്ടാവും. ദെൻ ഒരു 5 കൂടെ അല്ലേ, എത്ര 95. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, പേന വാങ്ങാൻ 10 രൂപയെ ചിലവായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി അവൻ്റെ കയ്യിൽ 5 rupees ഉണ്ട് അല്ലേ. അത് അവൻ എന്ത് ചെയ്തു, തിരിച്ച് ബോക്സിൽ തന്നെ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്, 95 + 5 എന്താ കിട്ടി, 100. സോ അപ്പോൾ അവൻ്റെ ബോക്സിൽ എത്ര രൂപ ഉണ്ട്, 100 rupees ഉണ്ട്. ആദ്യം ഉണ്ടായിരുന്നത് 110 ആണ്. അതിൽ നിന്ന് 15 രൂപ എടുത്തിട്ട് അവൻ പേന വാങ്ങി. പേനയ്ക്ക് 10 രൂപ ആയുള്ളൂ, ബാക്കി 5 രൂപ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ 95 + 5 100. സോ ദ എമൗണ്ട് ഇൻ ഹിസ് ബോക്സ് ഈസ് 100 rupees നൗ. ഓക്കെ, അപ്പോൾ ചെയ്തത് എന്തൊക്കെയാ, 110 - 15 then +5. ഓക്കെ, 110 - 15 + 5. 110 - 15 95 + 5 this is 100. Okay, the next we can also think like this. He took out 15 rupees and put back 5 rupees. So the actual decrease in the box is only 15 - 5 equals 10 rupees. എന്താ പറഞ്ഞത്, he took out 15 rupees. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, 15 rupees എടുത്തു. ആൻഡ് പുട്ട് ബാക്ക് 5 rupees, തിരിച്ച് 5 rupees അതിലേക്ക് കൊടുത്തിട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബോക്സിൽ നിന്ന് എത്ര രൂപ കുറഞ്ഞിട്ടുള്ളൂ, 10 rupees അല്ലേ കുറഞ്ഞിട്ടുള്ളൂ. 15 rupees എടുത്തിട്ടുണ്ട്, പക്ഷേ 5 രൂപ അതിൽ തന്നെ കൊടുത്തിട്ടും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വൽ ആ ഡിക്രീസ് എത്രയാണ്, 5 rupees ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 15 - 5 is 10. Then next 110 - 10 that is 100. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് എന്താ കിട്ടുക, 110 - 15 + 5 equals 110 - 15 - 5. Okay, 110 - 15 + 5 equals 110 - 15 - 5. അപ്പോൾ ആദ്യം ഇവിടെ 15 - 5 ചെയ്തു, അതിൻ്റെ വാല്യൂ 10 കിട്ടി. ദെൻ 110 - 10 ദാറ്റ് ഈസ് 100. ഇപ്പോൾ രണ്ട് വാല്യൂ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, നൗ ഇൻസ്റ്റെഡ് ഓഫ് സബ്ട്രാക്റ്റിംഗ് എ നമ്പർ and then adding another, we need only subtract the difference of the second from the first. Okay, instead of subtracting a number and then adding another, എന്താ പറഞ്ഞത്, ഇൻസ്റ്റെഡ് ഓഫ് സബ്ട്രാക്റ്റിംഗ് എ നമ്പർ, ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ആൻഡ് ദെൻ ആഡിങ് അനദർ, എന്നിട്ട് വേറൊരു നമ്പർ ആഡ് ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്താൽ മതി, വി നീഡ് ഓൺലി സബ്ട്രാക്ട് ദ ഡിഫറൻസ് ഓഫ് ദ സെക്കൻഡ് ഫ്രം ദി first. Okay, now let us do one example. 29 - 17 + 7. What is the value? 29 - 17, this is 12 + 7 that is 19. Next 29 - 17 - 7. Can you say 17 - 7 is 10. Then 29 - 10 is 19. 29 - 17 - 7 is 10. So 29 - 10 is 90. Okay, clear? So 29 - 17 + 7 equals 29 - 17 - 7. ഓക്കെ, ഇപ്പോൾ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, രണ്ട് നമ്പേഴ്സ് ആദ്യം സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ആദ്യത്തിൽ നിന്ന് വീണ്ടും സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, ഫസ്റ്റ് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നു, ദെൻ ആഡ് ചെയ്യുന്നു.
അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റിൽ നിന്ന് വീണ്ടും സബ്ട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് സബ്ട്രാക്റ്റിംഗ് എ നമ്പർ ആൻഡ് ദെൻ ആഡിങ് അനദർ, വി നീഡ് ഓൺലി സബ്ട്രാക്ട് ദ ഡിഫറൻസ് ഓഫ് ദ സെക്കൻഡ് ഫ്രം ദി ഫസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ആൾജിബ്ര. x minus y plus z equals x minus y minus z. Okay, x minus y plus z equals x minus y minus z. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ എപ്പോഴും എന്താവണം, ഏത് നമ്പറിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് ആ നമ്പർ എപ്പോഴും വലുതാവണം. അപ്പോൾ കണ്ടീഷൻ ഏതാ, y ഗ്രേറ്റർ ദാൻ z അല്ലേ? കാരണം ഇവിടെ z yയിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം, y z-നേക്കാളും വലുതാവണം. ആ കണ്ടീഷൻ നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ റിസൾട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു. എന്തായിരുന്നത്, x പ്ലസ് y മൈനസ് z ഈക്വൽസ് x plus y minus z. Okay, x plus y minus z is x plus y minus z. ഇവിടെയും ആ y മൈനസ് z വരുന്നുണ്ട് അല്ലേ, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം, y ഗ്രേറ്റർ ദാൻ z. കാരണം ഇവിടെ z വലുതായ അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ വലുതായാലും നമുക്കതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ആദ്യത്തെ നമ്പർ വലുതും രണ്ടാമത്തെ നമ്പർ എന്താവണം, ചെറുതാവണം. So x minus y plus z is x minus y minus z, y greater than z. For all numbers x, y, z. Okay. Then you have some problems in your textbook. You can do these questions. Let us wind up the class. Thank you. Have a nice day.